ഇന്ന് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് റെഡിയാക്കുന്നത്. ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ഇത്തിരി ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ടല്ല, കഴുകിയിട്ട് ഒന്നങ്ങ് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പാണിത്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കണം. ഉഴുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ വേണ്ടി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ കാണുന്ന സമയത്ത് ഒരു പകുതി മുറിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നുന്നതാണ്. സ്പ്ലിറ്റ് ആയിട്ട് വരുന്നതാണ്, അത് മുഴുവനോടുള്ളതല്ല. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ചുവന്ന കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് കടിക്കുന്ന രീതിയിലേക്ക് കിട്ടണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 1-2 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും, അത്യാവശ്യം നന്നായിട്ടൊന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വറവായി കിട്ടിയിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരി, നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അല്ലെങ്കിൽ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി. പച്ചരി പൊടിച്ച് വറുത്തൊക്കെ എടുക്കുന്ന പാക്കറ്റായി കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള 1 കപ്പ് പൊടി. ഈ 1 കപ്പ് പൊടിയിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഉഴുന്ന് പരിപ്പിൻ്റെ മിക്സ് കൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. പൊടിയുടെ കാര്യത്തിൽ സംശയം വേണ്ട, അപ്പം ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ്. ഇനി ഈ പൊടി ഒന്ന് വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പൊടിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഉഴുന്നും പരിപ്പും കൂടെ വറുത്ത പൊടി കൂടി ഉണ്ടല്ലോ, അപ്പോൾ 1.5 കപ്പ് അളവ് തന്നെ വേണ്ടി വരും. വെള്ളം അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്താലും മതി. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. ബട്ടറിൻ്റെ ഒന്നും അളവ് കൂടരുത്, കാരണം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കുടിച്ചതുപോലെ തോന്നും. 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. ഇതൊരു ഇത്തിരി കൂടുതലുള്ള പോലെ ഉണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടി പോകരുത്, കാരണം ലൈറ്റായിട്ട് മതിയല്ലോ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, നിർബന്ധമല്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണത്. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. വെള്ള എള്ളാണെങ്കിലും കുഴപ്പമില്ല, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടീൻ്റെ മിക്സ് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ചേർക്കണ്ട, ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു 1.5 കപ്പ് വെള്ളത്തിന് ഈ 1 കപ്പ് പൊടി കറക്റ്റ് തന്നെയായിരിക്കും. എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നനവെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തീ വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ പൊടിയൊക്കെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു മായ ഉണ്ടാവണം ഈ പൊടിക്ക്, എന്നാലാണ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ. ഈ സമയത്തൊക്കെ ഓയിലിൻ്റെ അളവ് കൂടി പോയാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കുടിക്കും. ഈ നല്ല ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ നല്ല മയം കിട്ടുള്ളൂ. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാറിയിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളിയിട്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും ആ മാവിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഗ്ലാസ്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി കയ്യിലൊരു ഇത്തിരി വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം, എന്നാലാണ് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്, കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇങ്ങനെ ചെറിയ ബൗൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ചെടുക്കുക, ബാക്കിയുള്ളത് മൂടി വെക്കുക. ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു മയം കിട്ടാൻ വേണമെങ്കിൽ ഒരു തുള്ളി ഓയിൽ കയ്യിലാക്കി കൊടുക്കുക. എപ്പോഴും ആക്കുമൊന്നും വേണ്ട, ഫസ്റ്റ് ടൈം ഒന്നൊരു ഇടയ്ക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിന് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു ചീപ്പിൽ വെച്ചിട്ടാണ്. പുതിയ ചീപ്പ് തന്നെ എടുക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരിക്കലും എടുക്കരുത്.
എല്ലാവരുടെയും കയ്യിലിപ്പോൾ പുതിയ ചീപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അത് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ബോൾ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്നങ്ങ് ഉരുട്ടി കൊടുക്കുക. ഇതിനി ചീപ്പിൽ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ്, ആ ഒരു വര ഷേപ്പ് ഇതിലേക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഒരുപാട് കനം കുറയുകയും ചെയ്യരുത്, എന്നാൽ നല്ല കനം കൂടുകയും ചെയ്യരുത്. ആ ഒരു മീഡിയം സൈസിലാണ്, എന്നാലാണ് കറക്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ അങ്ങ് അമർത്തി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിരിക്കും. ഫ്രൈ ആയി വരുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് പിന്നെ അത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം അറ്റം വരുന്നുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മളൊരു റിംഗ് മുറുക്ക് അല്ലെങ്കിൽ മോതിര മുറുക്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഭംഗി അതാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് കട്ടിയായി പോകരുത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത്ര നന്നായിട്ട് കിട്ടില്ല, അതായത് നല്ല ക്രിസ്പിയിൽ കിട്ടില്ല. ഇനി ചീപ്പൊന്നും കയ്യിലില്ലാതെ കുറച്ച് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കിൽ നമുക്ക് ചെറിയൊരു ബോൾ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫോർക്കിലൊക്കെ വെക്കുമ്പോൾ വളരെ ചെറിയ ബോൾ ചെറിയൊരു അളവിൽ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. ഫോർക്കിലൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ട് അരിപ്പൊടി കൊണ്ട് നമ്മൾ കുഴച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ പൊട്ടിപ്പോകുന്നു തോന്നുകയാണെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ ഒന്നുകൂടെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ പക്ഷെ അമർത്തിയിട്ട് അതിന് ഷേപ്പ് കളയരുത്, വെറുതെ ഒന്നങ്ങ് റോൾ ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ ചെറുതാക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായി കിട്ടും കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം എണ്ണയിലേക്ക് ഇടാൻ ആവശ്യത്തിനുള്ള ഒരു ബാച്ച് റെഡിയാക്കി എടുത്തിട്ട് ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത്രയും ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കിയാൽ മതി. അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഓയിൽ നല്ല ചൂടുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ റിംഗ് മുറുക്ക് പോലുള്ളതൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഓയിൽ വേണ്ടി വരും. കാരണം അത് മുങ്ങി ഫ്രൈ ആയാൽ മാത്രമേ നല്ല ക്രിസ്പിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഷേപ്പുള്ളതും ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ട. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കളറ് മാറും, പക്ഷേ ഉൾഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ തീയിൽ ഇടണ്ട. ഭയങ്കര കുറേ സമയം ചെറിയ തീയിലിട്ട് വെച്ചാൽ ഒരുപാട് ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ നോക്കിയിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ഭാഗം കറക്റ്റ് ഫ്രൈ ആയി നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഓയിലൊക്കെ കുറേ അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഒരു ബാച്ചൊക്കെ ഫ്രൈ ചെയ്ത് അടുത്ത ബാച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ മാവ് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ പിടിച്ച് ഉരുട്ടി നമ്മൾ ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ വിണ്ട് കീറി പൊട്ടിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ മാവ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ഇത്തിരി വെള്ളം കയ്യിൽ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഫുള്ള് ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ആ കുമ്പളകൾ പതഞ്ഞ് വന്ന് പിന്നെ അത് താഴ്ന്നു പോയിട്ട് കുറച്ച് നേരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലാണ് നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ രണ്ട് ഷേപ്പിൽ വരുന്നത് ഒന്നിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഈ ഷേപ്പിൽ വരുന്നതൊക്കെ ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം മതി, കാരണം അതിന് അത്ര കട്ടിയില്ലല്ലോ. പക്ഷെ നമ്മൾ ആ റൗണ്ടിൽ ചുറ്റി എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ആവുകയും ചെയ്യും, ഒന്ന് കറക്റ്റ് ആവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ഇടണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത്, അതായത് തണുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കട്ടെ, ആ ഒരു ക്രിസ്പിനെസ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഫ്രൈ ആവുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. ഒരുപാട് കരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. എണ്ണയിൽ നിന്ന് ഒരു സ്ട്രെയിനറിലേക്ക് തന്നെ എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഇത്രയും മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് പൊട്ടിച്ചു വെക്കുന്ന സമയത്ത് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് പൊട്ടലും നല്ല ഉറപ്പോട് കൂടിയിട്ടൊന്നും നല്ല കടിച്ച് കറുമുറാന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക.
ശരിക്കും ഇതിങ്ങനെ അങ്ങ് പൊട്ടിക്കുന്ന സമയത്ത് നല്ല മുരുമുരാന്നിരിക്കണം, കറുമുറാന്നിരിക്കണം. അതായത് ഇതുപോലത്തെ നല്ല സൗണ്ട് ഇങ്ങനെ ആ ഒരു കറുമുറ സൗണ്ട് വന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വരെ സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് 4 മണിക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, ചെയ്തിട്ടില്ലാത്തവർ. ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്